ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിവ്യൂയിലേക്ക് സാധാരണ നമ്മൾ ബബ്ബ എന്ന് പറയുന്ന നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ചിത്രത്തിന് ശേഷം നമ്മൾ അടുത്ത ടീസർ റിലീസ് ചെയ്യാൻ വേണ്ടി ചിത്രത്തിൻ്റെ പേരാണ് ഹൃദയപൂർവ്വം. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഓണത്തിന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. തുടരുമെന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിന് ശേഷം വീണ്ടും ഒരു ഹിറ്റ് ആവർത്തിക്കുമോ ഇല്ലേ എന്നൊക്കെ പ്രതീക്ഷയോടെ നോക്കുന്നു. അപ്പോൾ അത്രയേറെ പ്രതീക്ഷകളുണ്ട്. അങ്ങനെയാണ് നമ്മളെന്താ പറയുക ഹൃദയപൂർവ്വത്തിൻ്റെ ടീസറിനെ വരവേൽക്കുന്നത്. അപ്പോൾ ടീസർ കണ്ടു. ഇതിൽ എന്താ പറയുക കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുന്നില്ല. അതിനെക്കുറിച്ച് ചെറിയ റിവ്യൂ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ഹൃദയപൂർവ്വത്തിന് ടീസർ വന്നിട്ടില്ല. ഏകദേശം 1 മിനിറ്റാണ് ഡ്യൂറേഷനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് എന്താണ് പടത്തിൻ്റെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഐഡിയ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും കംപ്ലീറ്റ് ഒരു കോമഡി എൻ്റർടൈൻ തന്നെയാണ് ഹൃദയപൂർവ്വത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീസർ പ്രധാനമായിട്ടും കാണിച്ചുള്ള വ്യക്തികളൊന്നായി നോക്കിയാൽ നമ്മുടെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാളവിക മോഹൻ, സംഗീത്, പ്രദീപ്, അതുപോലെ തന്നെ സിദ്ദിഖ് തുടങ്ങിയൊക്കെയാണ് ടീസറിൽ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. 1 മിനിറ്റ് ടീസറിൽ തന്നെ ഒരു അതായത് ഒരു ഹിന്ദിക്കാരനുള്ള വ്യക്തി പ്രധാനമായിട്ടും മുന്നേ പറഞ്ഞിരുന്നു. പ്രധാന ലൊക്കേഷൻ ഡൽഹി എന്ന ഭാഗത്തൊക്കെയാണ് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. പൂനെ ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് പറയുന്നുണ്ട്, എന്താ പറയുക, ഞാൻ ഒരുപാട് മലയാള ഫിലിമുകൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. അതായത് ഫഫ ഫാൻ എന്ന് പറയുന്നുണ്ട്. ആവേശം, അതുപോലെ തന്നെ കുംബ്ലൈ നൈറ്റ്സ്, അങ്ങനെ ഒരുപാട് പടത്തിൽ നമ്മുടെ ലാലാടൻ ചോദിക്കുന്നത് ഫഫ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിലിനെ ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരെല്ലാവരേക്കാൾ മുമ്പ് ഒരുപാട് പഴയ സീനിയർ നടന്മാരുണ്ടെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിൽ തന്നെ ഒരു സ്വയം ആയിട്ടൊരു ആക്കിയിട്ടുള്ള സീനിലാണ് നമ്മൾ ലാലേട്ടൻ ഒരു ചില്ലറ പൈസ എന്തോ കൊടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് കുസൃതാരങ്ങളും കാര്യങ്ങളും ടീച്ചറിൽ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മുന്നേ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ടീച്ചറിൽ എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ്, ഒരു ഹൃദയം മാറ്റി വയ്ക്കുന്ന ഒരു സബ്ജക്റ്റാണ് പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആ ഹൃദയം മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ലാലേട്ടനാണ് വന്നിട്ടുള്ളത്. ഇവരിൽ ആരുടെ ഹൃദയമാണ് കൊടുക്കുന്നത് മാത്രമാണ് ചെറിയ ഡൗട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഒന്നാമത്തെ കാരണം വെച്ചാൽ എല്ലാവരും ഇതിൽ എക്സ് ചെയ്യുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതും മാത്രമല്ല ഒരു ചെറിയ ഹോസ്പിറ്റലാണ് ഈ സിറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് കാണിച്ച് ലാലേട്ടൻ വയ്യാത്ത പോലെ ഭാഗത്ത് കാണിക്കുമ്പോൾ രണ്ടുപേരും ഒരു പിടിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. ടീസറിൽ ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ എൻ്റെ ഐഡിയ പ്രകാരം ചിലപ്പോൾ ലാലേട്ടനാവാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ലാലേട്ടനെ കൈവച്ചിരിക്കുകയാണ്. സത്യനന്ദിക്കാണ് ഡയറക്ഷൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ ടീം വർക്കൊക്കെ പുറത്തുനിന്നുള്ള പിള്ളേർ തന്നെയാണ്. അതുകൊണ്ട് പ്രതീക്ഷകൾ ഏറെ കാത്തിരിക്കുന്നുണ്ട്. ആശുഭാഷ് സിനിമസാണ് ഇതിൻ്റെ വിതരണാവകാശം. അതുപോലെ തന്നെ ആനയുടെ പെരുമ്പാവൂരാണ് പ്രൊഡ്യൂസറും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഹൃദയപൂർവ്വം ഓണത്തിന് റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. ഓണത്തിന് റിലീസ് നോക്കുന്ന ആഗസ്റ്റ് 28 റിലീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 1 മാസം ജസ്റ്റ് വേണം പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഒരുപക്ഷെ ഈ ഓണം നമ്മുടെ ലാലേട്ടൻ തന്നെ കൊണ്ടുപോകാൻ ഗംഭീരമായിട്ടുള്ള ചാൻസ് തന്നെയുണ്ട്. അറിയാലോ, അതായത് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഏതൊരു പടത്തിൽ പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട മക്കളെ കത്തിക്കേറിക്കൊള്ളും. കാരണം ഉദാഹരണമാണ് തുടരുമെന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പരസ്യം ഒക്കെ ഇറങ്ങിയിരുന്നു. ഒരുപാട് ട്രോളുകളൊക്കെ വന്നിരുന്നു, എന്താണ് ലാലേട്ടനെ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, അതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ ടീസറിൻ്റെ അന്ന് റിലീസ് എന്നത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ലുക്കൊക്കെ പുറത്തു വന്നിരുന്നു. തീർച്ചയായും മീശ പിരിച്ചിട്ടുള്ള സ്റ്റൈലൊക്കെ. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കും തീർച്ചയായിട്ടും. അതാണ് കാലം. നമ്മുടെ ലാലേട്ടൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ട്രോളികൾ ആ തിരിച്ച് ട്രോളാൻ വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മറുപടി ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും കിട്ടിയിരിക്കും. അതിന് പൂർണ്ണമായിട്ടുള്ള ഉദാഹരണമാണ് 2 ദിവസം കൊണ്ട് നടന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിങ് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഹൃദയപൂർവ്വത്തെ ടീച്ചറൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്പർ 1 ട്രെൻഡിങ് ലിസ്റ്റിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഹൃദയപൂർവ്വത്തെ ടീച്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ ചിത്രം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും. ബൈ.